കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് നമ്മൾ ഐഫോൺ 15 ഒരു റൂമർ വീഡിയോ ചെയ്യുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു ഐഫോൺ 15 വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 16 റൂമേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെ നമുക്ക് ഐഫോൺ 16 നിന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്തായാലും ഐഫോൺ 15 കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂമേഴ്സ് എല്ലാം ഏതാണ്ട് സെയിം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഐഫോൺ 16 റൂമേഴ്സ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഈ 16 റൂമേഴ്സും അല്ലെങ്കിൽ 15 റൂമേഴ്സും ഒക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വരുന്നതെന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണക്കാരനെന്ന് പറയുന്നത് ആപ്പിളല്ല, ആപ്പിളിൻ്റെ ഡിവൈസുകളുടെ പുറത്തായിട്ട് കാണുന്ന ഈ ഒരു കേസുകളാണ്. മിക്ക കേസ് കമ്പനികളെന്ന് പറയുന്നത് വമ്പൻ കമ്പനികളാണ്. ഈ വമ്പൻ കമ്പനികളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ആര് കേസ് ഉണ്ടാക്കുന്നോ ആ കേസ് ഉണ്ടാകുന്നവർക്കായിരിക്കും കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ സെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും എന്ത് വില കൊടുത്തും ഈ കേസുകൾ ഉണ്ടാക്കുന്നവർ ഈ ഐഫോണിൻ്റെ ഡിസൈൻസ് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ആപ്പിളിൻ്റെ ഇൻഡസ്ട്രിയിലുള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ ഡിസൈൻ സെക്ഷനുള്ള ആരെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കും. അവർക്ക് നല്ലൊരു തുകയും കിട്ടുന്നുണ്ടായിരിക്കാം ഇതിന്. അപ്പോൾ അങ്ങനെ രീതിയിലാണ് നമുക്ക് ഈ റൂമേഴ്സും അതുപോലെ തന്നെ ഡിസൈൻ ലീക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഈ കേസ് കമ്പനിക്കാർ ചോർത്തുന്ന വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അവരൊരു മോൾഡൊക്കെ ഉണ്ടാക്കി ഒരുപാടധികം കേസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. മേ ബി നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാടധികം കേസുകൾ ഇപ്പോൾ തന്നെ ഐഫോൺ 16 റെഡി സ്റ്റോക്കായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. ഫസ്റ്റ് സെയിൽ നടക്കുന്ന സമയം തൊട്ട് തന്നെ അവർക്ക് ഈ സ്റ്റോക്കുകളെല്ലാം വിറ്റഴിക്കാനും ഒരുപാടധികം പ്രോഫിറ്റ് നേടാനും പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ കേസ് മാനുഫാക്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡെമ്മി ഫോണുകളുടെ ഡിസൈൻ ഉപയോഗിച്ചിട്ടാണ് പല റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നത്. ഐഫോണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഐഫോണിൻ്റെ ഈയിടക്കാലമുള്ള ഐഫോണുകളുടെ എല്ലാത്തിൻ്റെയും ഡിസൈനിൽ വലിയ വ്യത്യാസം വരുന്നത് ക്യാമറ സെക്ഷനിൽ തന്നെയാണ്. ഐഫോൺ 16 അങ്ങനൊരു ഡിസൈൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലുള്ളൊരു ഡിസൈൻ ആയിരിക്കും നമുക്ക് ഐഫോൺ 16 കാണാൻ പറ്റുന്നത്. ഇപ്രാവശ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ക്യാമറ സെറ്റപ്പാണ്. ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഏകദേശം നമുക്ക് സിമിലറായിട്ട് തോന്നുന്ന ഐഫോൺ 10 ഒക്കെ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതേ വെർട്ടിക്കൽ ഷേപ്പ് ആണെങ്കിൽ കൂടിയും ഐഫോൺ 15 തരത്തിലുള്ളൊരു ക്യാമറ എലമെൻസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഈ ഒരു സംഭവം വെർട്ടിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ഈ ഒരു ക്യാമറ സിസ്റ്റം വരുമെന്നുള്ളതിന് മറ്റൊരു ഊന്നൽ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരു കുറച്ച് നാൾക്ക് മുന്നേ വിഷൻ പ്രോ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സ്പെഷ്യൽ വീഡിയോ എടുക്കണമെങ്കിൽ ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഇങ്ങനെ തന്നെ വരണം. അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്യാമറ വെർട്ടിക്കൽ അലൈൻമെൻറ്റിലാണെങ്കിൽ സ്പേഷ്യൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസിയറാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ആപ്പിൾ പ്രതീക്ഷിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടെ ഊന്നൽ നൽകുന്നതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഐഫോൺ 15 സീരീസുകൾ ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ആക്ഷൻ മോഡുകളായിരുന്നു. പക്ഷേ ഐഫോൺ 15 നോർമൽ മോഡുകളിൽ നമുക്ക് ആക്ഷൻ മോഡില്ലായിരുന്നു. 16 ഇറങ്ങുന്ന സമയത്ത് നമുക്കിത് എല്ലാ മോഡലുകളിലും ഒരുപോലെ ആക്ഷൻ മോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഐഫോൺ 16 ഇറങ്ങാൻ പോകുന്ന കളറുകൾ എന്ന് പറയുന്നത് 7 കളറുകളാണ്. ഇതിൽ ബ്ലൂ, പിങ്ക്, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ, വൈറ്റ് എന്നീ നിറങ്ങളിലായിരിക്കും നമ്മളുടെ ഐഫോൺ 16 ഇറങ്ങുന്നത് എന്നുള്ളതാണ്. എല്ലാ വർഷവും ആപ്പിൾ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഈ വർഷവും പ്രൊസസ്സർ ഇൻ്റഗ്രേഷൻ വരുന്നത്. പ്രൊസസ്സർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ വേരിയൻസ് ആയിട്ടുള്ള 15 അല്ലെങ്കിൽ 14 നമ്മളൊരു നോർമൽ പ്രോസസ്സർ കൊടുത്തിട്ട് പ്രോ വേരിയൻസിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബൂസ്റ്റഡ് അപ്പ് പ്രോസസ്സർ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും 16 വരാൻ ചാൻസ് ഉള്ളത്. മിക്കവാറും കൊടുക്കാൻ ചാൻസ് ഉള്ളത് A18 ആണ്. A18 16 16 പ്ലസിനും കൊടുത്തിട്ട് പ്രോ വേരിയൻസിന് കൊടുക്കാൻ ചാൻസ് ഉള്ളത് A18 പ്രോ ആയിരിക്കും. ഇപ്രാവശ്യത്തെ ഐഫോൺ 16 കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മിക്കവാറും ബാറ്ററി എഫിഷ്യൻസിക്ക് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് 2 കാരണങ്ങളുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഐഫോണുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് വരുന്ന ഐഫോണുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇന്നേ വരെ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബാറ്ററി എഫിഷ്യൻസി ആയിട്ട് തോന്നിയത് ഐഫോൺ 15 ആയിരുന്നു. അതുതന്നെയായിരിക്കും നമുക്ക് ആപ്പിളിൻ്റെ ഐഫോൺ 16 കാണാൻ സാധിക്കുന്നത്. ഇതിന് 2 കാരണങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതെന്ന് പറയുന്നത് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് ബാറ്ററി അറേ മെത്തേഡാണ്. ഈ ഒരു അറേ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളുടെ ഐഫോൺ 15 14 നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു സിംഗിൾ കമ്പോണൻ്റ് ആയിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതെല്ലാം ഒരു സിംഗിൾ കമ്പോണൻ്റ് ആയിരിക്കും. അറേ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EVസിലൊക്കെ കാണുന്ന പോലെ, അതായത് നമ്മുടെ വെഹിക്കിൾസ് ഉണ്ടല്ലോ, ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ കാണുന്നത് പോലെയുള്ള ചെറിയ ചെറിയ ബാറ്ററികൾ വെച്ചിട്ടായിരിക്കും ഒരു വലിയൊരു ബാറ്ററി നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഒരു എഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഫിഷ്യൻസി മാത്രമല്ല, ഇതിൽ ഹീറ്റിങ്ങും ധാരാളമായിട്ട് കുറയും എന്നുള്ളതാണ്.
ഇതിൽ മറ്റൊരു കാരണമുണ്ട്. ഇത് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ബാറ്ററി എഫിഷ്യൻസി കിട്ടും. മറ്റൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നൊരു എഫിഷ്യൻസിയാണ്. ഈ ഒരു ഡിസ്പ്ലേ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിക്സലുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ലെൻസ് വെച്ചിട്ടായിരിക്കും ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിനെ പറയുന്നത് മൈക്രോ ലെൻസ് അറേ എന്നാണ്. ഇതും ഒരു അറേ സിസ്റ്റമാണ്. ഈ ഒരു മൈക്രോ ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ടോർച്ചൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലായിട്ട് ഒരു ലെൻസ് വെച്ചിട്ടുള്ളത്. ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടോർച്ചിൽ നിന്ന് വരുന്ന വെട്ടത്തിനെ കുറച്ചുകൂടെ എന്താ പറയുക വലുതാക്കി കാണിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ബ്രൈറ്റ്നസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ ഒരു മാക്രോ സ്കെയിലിൽ ആണ് ഇത് ചെയ്യുന്നതെന്ന് മാത്രം. ഓരോ പിക്സൽസിന് മുകളിലായിട്ട് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ പോലെ, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിനെ കുറച്ചുകൂടെ വലുതാക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ലെൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രൈറ്റ്നസ് ഒരുപാടധികം നമുക്ക് കൂട്ടാൻ പറ്റും. നിറ്റ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്ന ബ്രൈറ്റ്നസ് കൂടുതൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു നിറ്റ്സ് നമുക്ക് ഒരുപാടധികം കൂട്ടാൻ പറ്റും വിത്ത് ലെസ് പവർ. അപ്പോൾ ഓൾ ടുഗദർ ആ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി എഫിഷ്യൻസി നമുക്ക് ഐഫോൺ 16 എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പുതിയതായിട്ട് വരുന്ന 16 സൈസുകളിൽ നോർമൽ വേരിയൻസിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. 15 എങ്ങനെയാണോ ഡിസ്പ്ലേ സൈസ് വന്നത് അതുപോലെ തന്നെ ആയിരിക്കും 16 നോർമൽ വേരിയൻസിന് വരുന്നത്. അതേസമയം പ്രോ വേരിയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ക്രീൻ സൈസസ് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഐഫോൺ 16 പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും 6.3 ഇഞ്ചസും 16 പ്രോ മാക്സിലേക്ക് വരുമ്പോഴത്തേക്കും 6.9 ഇഞ്ചസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഡിസ്പ്ലേ ബെസൽസിലേക്ക് വരുന്ന സമയത്ത് BRS എന്ന് പറയുന്നൊരു ടെക്നോളജി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഐഫോൺ 16 ചാൻസ് ഉണ്ട്. BRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസൽ റിഡക്ഷൻ ടെക്നോളജി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഡിസ്പ്ലേയിലുള്ള ബെസൽസ് 15-നേക്കാളും കുറച്ചുകൂടെ സ്മാളർ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. റീസെൻറ്റ് മോഡൽസിലെല്ലാം 6GB റാം കൊടുത്തിട്ടുണ്ടെങ്കിൽ 16 വരുമ്പോഴത്തേക്കും അത് 8GB റാമായിട്ട് കൂടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈഫൈ 7 ഒരുപാടധികം AI ക്യാപ്പബിലിറ്റീസ് നമ്മളുടെ ഐഫോൺ 16 വരും. ഇപ്പോൾ എല്ലാ ഫോണുകളും AIയുടെ പിന്നാലെ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഐഫോൺ 16 എന്തെങ്കിലും തരത്തിലുള്ളൊരു AI ഫീച്ചറോ അല്ലെങ്കിൽ AI ഇൻ്റഗ്രേറ്റഡ് GPU CPU ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു NPU ഡെഡിക്കേറ്റഡ് NPU വരാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് എന്തായാലും ഐഫോൺ 16 കാണുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ വരും എന്ന് നിങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കിടിലം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. See you then guys.